Once again, all of you, welcome back to my YouTube channel. My name is Adira. So today we are going to discuss the third chapter of CBSE class 10 students, and our chapter name is metals and non-metals. And today we are going to discuss about the topic how the metals react with other solutions of metals. Okay, അപ്പം എങ്ങനെയാണ് ഒരു മെറ്റല് മറ്റൊരു മെറ്റൽ സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So in that first chapter you know about that displacement reaction. Chemical reactions and equation എന്നൊരു ചാപ്റ്ററിൽ നിങ്ങൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നൊരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. So displacement reaction means highly reactive metals can displace less reactive metals from their salt solution. Okay, അതായിരുന്നല്ലോ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് വെച്ചാൽ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിന് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിനെ അതിന്റെ സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാം എന്നതാണ് എന്തെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നതും. ഹൗ ഡു മെറ്റൽസ് റിയാക്ട് വിത്ത് സൊല്യൂഷൻസ് ഓഫ് അതർ മെറ്റൽസ്. ഓക്കെ, എങ്ങനെയാണ് ഒരു മെറ്റല് മറ്റൊരു മെറ്റലിന്റെ സൊല്യൂഷൻസുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്ന കൺസെപ്റ്റിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ തന്നെയാണ് പറയുന്നത്. മുമ്പ് പറഞ്ഞ റിയാക്ഷൻസിലെ പോലെ തന്നെ എല്ലാ മെറ്റൽസും ഒരേ റേറ്റിലൊന്നും എന്ത് ചെയ്യില്ല, റിയാക്ട് ചെയ്യത്തില്ല. അപ്പം ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ ബേസിൽ നമുക്കൊരു ഇക്വേഷൻ അല്ലെങ്കിൽ മെറ്റൽസ് മറ്റൊരു മെറ്റൽ സൊല്യൂഷനുമായി റിയാക്ട് ചെയ്യുന്ന നമുക്കൊരു ജനറൽ ഇക്വേഷൻ പറയാം. മെറ്റൽ A plus salt solution of metal B gives salt solution of A plus metal B. ഓക്കെ, അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു മെറ്റൽ A എന്നൊരു മെറ്റല് സൊല്യൂഷൻ ഓഫ് B എന്നൊരു മെറ്റൽ സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്തു. ഓക്കെ, അപ്പം ഈ A എന്ത് ചെയ്തു, സൊല്യൂഷനിൽ നിന്ന് B യെ അങ്ങ് ഡിസ്പ്ലേസ് ചെയ്തിട്ട് അവിടെ ആര് വന്നു, A വന്ന്, അല്ലെ? അതാണ് എന്തെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ A എന്താണ്, B യേക്കാൾ റിയാക്റ്റീവ് ആയിരുന്നത് കൊണ്ട് B യെ ആ സൊല്യൂഷനിൽ നിന്ന് A ഡിസ്പ്ലേസ് ചെയ്തിട്ട് ആ സൊല്യൂഷനിൽ ആരാണ് വരുന്നത്, A ആണ് വന്ന് ചേരുന്നത്. ആ റിയാക്ഷൻ നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് നടത്തിയിട്ട് മെറ്റൽസിനെ നമ്മൾ അവരുടെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സീരീസിനെ പറയുന്നത് പേരാണ് റിയാക്ടിവിറ്റി സീരീസ് ഓഫ് മെറ്റൽസ്. അപ്പൊ ആ കൺസെപ്റ്റ് ഒന്നും കൂടെ പറയാം. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടത്തി ആ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള മെറ്റൽസിന്റെ എബിലിറ്റിയുടെ ബേസിൽ മെറ്റൽസിനെ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ റിയാക്ടിവിറ്റി, ഇൻക്രീസിങ് അല്ല, ആ റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്ന ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന സീരീസിനെ പറയുന്ന പേരാണ് റിയാക്ടിവിറ്റി സീരീസ് ഓഫ് മെറ്റൽസ്. അപ്പം ആ സീരീസിനകത്ത് മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി എന്ന് വെച്ചാൽ മറ്റൊരു മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്ന രീതിക്കാണ് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ സീരീസിനെ പറയുന്ന പേരാണ് റിയാക്ടിവിറ്റി സീരീസ് ഓഫ് മെറ്റൽസ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, അതില് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടത്തി എന്തുമാത്രം എബിലിറ്റി അതിനുണ്ട് ഒരു മറ്റൊരു മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ എന്നതിന്റെ ബേസിലാണ് റിയാക്ടിവിറ്റി സീരീസ് എന്ത് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് പഠിക്കാൻ നിങ്ങൾക്ക് ഞാൻ ഒരു ഷോർട്ട് ഫോം പറഞ്ഞു തരാം. PSC മസിൽ. ഓക്കെ, PSC നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. PSC മസിൽ എന്ന നിങ്ങൾ ഒരു ടേം ഓർത്തു വെക്കുക. അത് കഴിഞ്ഞ് വരുന്നതാണ് ഹൈഡ്രജൻ. ഓക്കെ, ഹൈഡ്രജൻ. ദെൻ നമ്മൾ പറയുന്നതാണ് കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. ഈ ഒരു അറേഞ്ച്മെന്റ് ആണ് എന്താന്ന് പറയുന്നത് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് വരുന്ന എന്തായിരിക്കണം, ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആയിരിക്കണം എന്ത് വരുന്നത്, ടോപ്പില് വരുന്നത്. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ് ടോപ്പിൽ വരുന്നത്. ഈ ഒരു മിഡിൽ പോർഷൻ ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കണം, റിയാക്ടിവിറ്റി എന്ത് ചെയ്യുക, കുറഞ്ഞു വരികയാണ്. ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഈ ഹൈഡ്രജന് താഴെ വരുന്ന മെറ്റൽസ് നമ്മൾ പറയുന്ന പേരാണ് ലെസ് റിയാക്റ്റീവ്. ഓക്കെ, ലെസ് റിയാക്റ്റീവ് മെറ്റൽസ് ആണ് എന്ത് ചെയ്യുന്നത്, ഹൈഡ്രജന് താഴെ വരുന്ന മെറ്റൽസ് എന്ന് പറയുന്നത്. ലെസ് റിയാക്റ്റീവ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലീസ്റ്റ് റിയാക്റ്റീവ് എന്നും പറയാം. രണ്ടും ഏകദേശം ഒരേ ഇത് തന്നെയാണല്ലോ. അപ്പൊ ലെസ് റിയാക്റ്റീവ് അല്ലെങ്കിൽ ലീസ്റ്റ് റിയാക്റ്റീവ്. ഹൈഡ്രജന് മുകളിൽ വരുന്ന മെറ്റൽസ് എല്ലാം എന്തായിരിക്കണം, ഹൈലി റിയാക്റ്റീവ് ആയിരിക്കണം. താഴോട്ട് വരുന്നത് മെറ്റൽസ് എല്ലാം എന്താണ്, റിയാക്ടിവിറ്റി കുറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്തെ ഷോർട്ട് ഫോം ഞാൻ പറഞ്ഞു തന്നെ എന്തായിരുന്നു, PSC മസിൽ. PSC മസിൽ. ഈ ഒരു ടേം നിങ്ങൾ അങ്ങ് പഠിക്കാം. ഓക്കെ, അപ്പൊ P എന്ന് വെച്ചാൽ എന്താണ്, പിയിൽ തുടങ്ങുന്ന മെറ്റലിന്റെ പേര് എന്താണ്, പൊട്ടാസ്യം. അപ്പൊ പൊട്ടാസ്യത്തിന്റെ സിമ്പിൾ എന്താണ്, K. ദെൻ S എന്ന് പറഞ്ഞാൽ സോഡിയം, സോഡിയത്തിന്റെ സിമ്പിൾ Na. ദെൻ സിയിൽ തുടങ്ങുന്ന മെറ്റല് കാൽസ്യം, Ca. M മഗ്നീഷ്യം, Mg. നെക്സ്റ്റ് അലൂമിനിയം, Al. Z സിങ്ക്, I അയൺ. ദെൻ നെക്സ്റ്റ് വൺ L എന്ന് പറഞ്ഞാല് ലെഡ്. ഈ ഒരു ടേം എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കാണാതെ പഠിക്കുക.
PSC മസിൽ എന്നിട്ട് ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ട് മെറ്റൽസിനെ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. P മീൻസ് പൊട്ടാസ്യം, S സോഡിയം, C കാൽസ്യം, M മഗ്നീഷ്യം, A അലൂമിനിയം, Z സിങ്ക്, I അയൺ, L ലെഡ്. ദീസ് ആർ ദ റിയാക്റ്റീവ് മെറ്റൽസ്. ദെൻ നെക്സ്റ്റ് എന്താണ് വരുന്നത്, ഹൈഡ്രജൻ. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ് കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. ഇതെന്താണ്, ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ് എന്ത്, കോപ്പർ, കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ചെയ്ത് നോക്കിയാലോ. അപ്പൊ ഞാൻ ഒരു മെറ്റൽ എടുത്തിരിക്കുകയാണ്, സിങ്ക്. ഓക്കെ, സിങ്ക് റിയാക്ട്സ് വിത്ത് കോപ്പർ സൾഫേറ്റ്. അപ്പം സിങ്ക് ഇവിടുത്തെ എന്താണ്, ഒരു മെറ്റൽ ആണ്. കോപ്പർ സൾഫേറ്റ് എന്ന് പറയുമ്പോൾ സാൾട്ട് സൊല്യൂഷൻ ആണ് അല്ലെ. അപ്പം സിങ്ക് റിയാക്ടിവിറ്റി കൂടിയതാണെങ്കിൽ ഈ കോപ്പർ സൾഫേറ്റിൽ നിന്ന് ആരെ ഡിസ്പ്ലേസ് ചെയ്യണം, കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് അവിടെ ആര് വന്ന് ചേരണം, സിങ്ക് വന്ന് ചേരണം. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്, സിങ്ക് സൾഫേറ്റ് ZnSO4 പ്ലസ് എന്ത് വരണം, Cu. ഓക്കെ, അതാണ് എന്താ പറയുക, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. കാരണം സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ, സോ സിങ്ക് ക്യാൻ ഡിസ്പ്ലേസ് കോപ്പർ ഫ്രം ഇറ്റ്സ് സാൾട്ട് സൊല്യൂഷൻ. സിങ്ക് എന്ന് പറയുന്നത് കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയ ഒരു മെറ്റൽ ആയതുകൊണ്ട് കോപ്പറിനെ അതിന്റെ സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് ആര് ഡിസ്പ്ലേസ് ചെയ്യും, സിങ്ക് ഡിസ്പ്ലേസ് ചെയ്യുകയും സിങ്കിന്റെ സാൾട്ട് സൊല്യൂഷനും ഡിസ്പ്ലേസ് ചെയ്യുന്ന മെറ്റലായ കോപ്പറുമാണ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്, റിയാക്ടിവിറ്റി സീരീസ്. ഈ റിയാക്ടിവിറ്റി സീരീസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന എല്ലാം ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ ബേസിലാണ്. എന്നാൽ ഞാൻ ഈ റിയാക്ഷൻ ഒന്ന് തിരിച്ചെഴുതാന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, ഏതാണ്, സിങ്ക് സൾഫേറ്റ് ZnSO4 പ്ലസ് Cu. This reaction is not possible. ഞാൻ പറയാണ്, this reaction is not possible. Reaction നടക്കില്ല. What is the reason? Because copper is less reactive than zinc. Copper is less reactive than zinc, so copper cannot displace zinc from its salt solution. കോപ്പർ എന്ന് പറയുന്നത് എന്താണ്, സിങ്കിനേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞൊരു മെറ്റൽ ആയതുകൊണ്ട് കോപ്പറിന് ഒരിക്കലും സിങ്കിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിന്റെ സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. സോ ദ റിയാക്ഷൻ ഈസ് നോട്ട് പോസിബിൾ. ഇതാണ് നിങ്ങൾക്ക് അവിടെ ഹൗ ഡു മെറ്റൽസ് റിയാക്ട് വിത്ത് സൊല്യൂഷൻ ഓഫ് അതർ മെറ്റൽസ് എന്നൊരു ടോപ്പിക്കിൽ പറയാനുള്ളത്. അവിടുത്തെ കൺസെപ്റ്റ് ഏതാണ് വരുന്നത്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ ബേസിൽ റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്ന രീതിയിൽ നമ്മൾ മെറ്റൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സീരീസിനെ പറയുന്ന പേരാണ് റിയാക്ടിവിറ്റി സീരീസ്. അതിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് PSC മസിൽ. നെക്സ്റ്റ് വരേണ്ടത് ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. ഈ ഒരു ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.